കേരളത്തിൽ ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രഖ്യാപനവുമായി ഒരു മഹാത്മാവിനെ കുറച്ചുകാലം മുമ്പാണ് കെ സുരേന്ദ്രൻ ബി.ജെ.പിയിലേക്ക് കൊണ്ടുവന്നത്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, എന്തൊരു കാര്യം ഇതൊക്കെ വിളിച്ചു പറയേണ്ട വല്ല കാര്യമുണ്ടാ? ആ വന്നയാളുടെ പേര് അനിൽ കെ ആന്റണി എന്നാണ്. അനിൽ ആന്റണി വരുന്ന കൂടെ ക്രൈസ്തവ വിഭാഗം മുഴുവനായി ബി.ജെ.പിയിലേക്ക് ആകൃഷ്ടരാകുമെന്നും എന്റെ ഐഡിയ പോയി, നിന്റെ ഐഡിയ നിന്നെ പട്ടി. ഓ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട നിരവധി യുവാക്കൾ ബി.ജെ.പിയിലേക്ക് വരുമെന്നുമൊക്കെയായിരുന്നു കെ സുരേന്ദ്രൻ വെച്ചു കാച്ചിയത്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഈ വാചകടി കുറച്ച് കൂടുതലായതുകൊണ്ട് നാക്കിന് റെസ്റ്റ് ഇല്ലാത്ത കാരണം പലപ്പോഴും ഇവന് സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല. പത്തനംതിട്ടയിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്ന് പറഞ്ഞ് പത്തനംതിട്ട ലോക്സഭാ സീറ്റും അനിൽ ആന്റണിക്ക് വെച്ചു നൽകുകയുണ്ടായി. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു, അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. കലക്കോന്ന് പറഞ്ഞതാ. വെറുതെ വഴിയെ പോയ വയ്യാവേലിയില്ല പിടിച്ചു ആകെ നാണക്കേടായി. നാണം കിടന്ന നമുക്ക് പൊത്തിരിയൊന്നുമല്ലല്ലോ. അതേയുള്ള ആകെ ഒരു ആശ്വാസം. എന്നാൽ ഇങ്ങനെയൊക്കെ തള്ളിമറിച്ച അനിൽ ആന്റണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? അനിൽ ആന്റണിയെ നേരെ തട്ടിയിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റിലേക്ക്. അതായത് ഏതാണ്ട് എലിക്കണിയിൽ സൂന വെട്ടതുപോലെ സൂന വെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ. അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കുമല്ല, മറിച്ച് അതിനും മുകളിലേക്ക് എന്ന് വെച്ചാൽ നാഗാലാൻഡിന്റെയും മേഘാലയയുടെയും ഒക്കെ ചുമതല കൊടുത്തുകൊണ്ട് അനിൽ മോനെ കേരളത്തിൽ നിന്ന് പാക്ക് ചെയ്ത് വിട്ടിരിക്കുകയാണ് ബി.ജെ.പി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. കെ സുരേന്ദ്രൻ അടക്കമുള്ള ബി.ജെ.പി നേതൃത്വത്തിന്റെ വാദങ്ങൾ മുഴുവനും പൊള്ളയായിരുന്നുവെന്നും അതൊന്നും നടപ്പാക്കാൻ അനിൽ ആന്റണിക്ക് സാധിച്ചിട്ടില്ല എന്നും ആ തീരുമാനം ഒരു വലിയ പരാജയമായിരുന്നുവെന്നുമൊക്കെ എതിരാളികൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന വിധത്തിലാണ് അനിൽ കെ ആന്റണിയുടെ ഇപ്പോഴത്തെ ഈ പോക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അനിൽ ആന്റണി വെല്ലുവിളികളൊക്കെ വിജയിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിലൂടെ എന്തൊക്കെയായിരുന്നു ബി.ജെ.പി നേതൃത്വം പ്രഖ്യാപിച്ചത്, പറഞ്ഞത്, അതൊക്കെ നടപ്പായിരുന്നുവെങ്കിൽ അനിൽ ആന്റണിയെ ഒരിക്കലും ഈ മേഘാലയയിലേക്കും നാഗാലാൻഡിലേക്കും ഒന്നും തട്ടേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അപ്പൊ പലരും അപ്പോൾ ചോദിക്കാം, സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് ക്രൈസ്തവ വോട്ട് കൊണ്ടല്ലേ എന്ന്. സുരേഷ് ഗോപി ജയിച്ചത് ഒരിക്കലും ബി.ജെ.പി നേതാക്കളുടെ കഴിവ് കൊണ്ടോ ബി.ജെ.പി നേതൃത്വത്തിന്റെ പദ്ധതികൾ കൊണ്ടോ അല്ല. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സുരേഷ് ഗോപി ജയിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാണ്. അദ്ദേഹം തന്നെ വർഷങ്ങളായി തൃശ്ശൂരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അദ്ദേഹം വ്യക്തിപരമായി നടത്തിയ പ്രവർത്തനങ്ങളുടെ മികവ് കൊണ്ടാണ് സുരേഷ് ഗോപി 70,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ ജയിക്കുന്നത്. അതൊരിക്കലും ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിന്റെ ഏകോപന മികവ് എന്നൊന്നും പറയാൻ കഴിയില്ല. വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറെന്തിനാ മറുപടി പറയാൻ പോകുന്നത്? സോറി. എന്ന് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, അനിൽ ആന്റണി മത്സരിച്ച പത്തനംതിട്ടയിൽ മുമ്പ് ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിനേക്കാൾ 30,000-ലധികം വോട്ട് കുറവാണ് അനിൽ ആന്റണിക്ക് ലഭിച്ചത് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില അഹംഭാവങ്ങളൊക്കെ എനിക്കുണ്ട്. പി.സി. ജോർജ് എന്ന ഫാക്ടർ തന്നെ ഇല്ലാതാകുന്ന കാഴ്ചയും അനിൽ ആന്റണി വന്നതോടെ ഉണ്ടായി. നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഒരു തെറ്റിദ്ധാരണയില്ല, കണ്ടപ്പോൾ മുതൽ നമ്മൾ തമ്മിൽ നല്ല ധാരണയാണ്. അനിൽ ആന്റണി സ്റ്റാർ ക്യാമ്പയിനറായി ഇറങ്ങിയ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിന്റെ പകുതിയായി വോട്ടിന്റെ എണ്ണം കുറഞ്ഞു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, പക്ഷെ അങ്ങനെ വന്നല്ലോ. അതൊരു പോരായ്മ തന്നെയാണ്. അതെ അതെ, എന്ന് എതിർ പാർട്ടിക്കാർ പറയുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഈ അനിൽ ആന്റണി വിചാരിച്ചാൽ പത്തനംതിട്ടയിൽ ഒന്നും സംഭവിക്കില്ല എന്നും അനിൽ ആന്റണി അല്ലായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ബി.ജെ.പിക്ക് കൂടുതൽ വോട്ടുകൾ കിട്ടുമായിരുന്നു എന്നും ഒക്കെ പി.സി. ജോർജ് തന്നെ തുറന്നു പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. ാണെങ്കിലും സത്യം പറയൂ. ഇവനൊക്കെ ആര് വോട്ട് ചെയ്യാൻ, ഇവനൊക്കെ എവിടെ ജയിക്കാൻ? കെട്ടിവെച്ച കാശ് പോലും കിട്ടൂല. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ.